ഭാവി പ്രവചിക്കുന്ന നിങ്ങളുടെ കൈകളിലെ വരകളെ വിശ്വസിക്കരുത്. കാരണം സ്വന്തമായിട്ട് കൈകളില്ലാത്തവർക്കും ഭാവിയുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് പാസ്റ്റർ നിക്ക്, ഓസ്ട്രേലിയക്കാരനായ നിക്ക്. തോള് മുതൽ കൈയില്ല, അര മുതൽ കാലില്ല, കാലല്പം മാത്രം, ഒരു ചെറിയ വിരൽ, തള്ളവിരൽ മാത്രം അരയിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൈയും കാലും ഇല്ലാത്തവർക്ക് ഏറ്റവും വലിയ ഭാവി. അദ്ദേഹം ഇന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളോട് പ്രസംഗിക്കുന്നു. അദ്ദേഹം വിവാഹം കഴിച്ച് പല കുട്ടികളുണ്ട്. അപ്പോൾ കൈയും കാലും ഉണ്ടെങ്കിലേ ഭാവിയുള്ളൂ. കൈയുടെ രേഖകളിലാണോ ഭാവി? ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് ഭാവി. അതുകൊണ്ട് ബൈബിളിൽ പറയുന്നു, സാമർത്ഥ്യമുള്ള ഭാര്യ അവൾ ഭാവികാലം ഓർത്ത് പുഞ്ചിരിയിടുന്നു. അതായത് അവൾ യഹോവ ഭക്തിയുള്ള സ്ത്രീയാണ്. അവിടെ എഴുതിയിട്ടുണ്ട്. യഹോവ ഭക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ഒരു വ്യക്തിയിൽ ജ്ഞാനം ആരംഭിക്കുന്നത് ദൈവഭക്തി ആരംഭിക്കുമ്പോഴാണ്. ദൈവഭക്തിയില്ലാത്തവർക്ക് ജ്ഞാനമില്ലേ? ജ്ഞാനമുണ്ട്. അത് നിലവാരം കുറഞ്ഞ ജ്ഞാനമാണ്, ഭൂമി കൊണ്ട് തീരുന്ന ജ്ഞാനം. എന്നാൽ ദൈവഭക്തിയുള്ളവരുടെ ജ്ഞാനം ഭൂമിക്കപ്പുറവും തുടരുന്നതും ഈ ഭൂമിയിൽ മറ്റുള്ളവരെക്കാൾ ജയോത്സവമായി ജീവിക്കുന്നതുമാണ്. അങ്ങനെയുള്ളവരെ തോൽപ്പിക്കാനോ തകർക്കാനോ ആർക്കും കഴിയില്ല. വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവിനെ അടിയുറച്ച് വിശ്വസിക്കുക. കർത്താവിൽ തന്നെ രസിച്ചു കൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് തരും. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. നമ്മുടെ ഭാവി നമ്മുടെ കൈവിരലുകളിലല്ല, നമ്മുടെ കൈരേഖകളിലല്ല, നമ്മുടെ കൈകളിലല്ല, നമ്മെ മെനഞ്ഞവൻ്റെ കയ്യിലാണ്. ആ കർത്താവിനെയാണ് നാം പാടി ആരാധിക്കുന്നത്. ചേർന്ന് പാടി യേശുവിനെ മഹത്വപ്പെടുത്താം. Oh Lord, you're beautiful. Your face is all I see. And when your eyes are on this child, your grace abounds to me. Oh Lord, you're beautiful. Your face is all I see. And when your eyes are on this child, your grace abounds to me. I want to take your word and shine it all around. First help me just to live it, Lord. And when I'm doing well, help me to never see the crown. For my reward is bringing glory to you, Lord. Oh Lord, please light the fire that once burned bright and clear. Replace the lamp on my first love that burns with holy fear. Oh Lord, please light the fire that once burned bright and clear. Replace the lamp on my first love that burns
Your face is all I seek. And when your eyes are on this child, your grace abounds to me. Oh Lord, you're beautiful. Your face is all I see. And when your eyes are on this child, your grace abounds to me. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ആരെക്കുറിച്ചാണ് പറയുന്നത്? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. 12-ാം വാക്യവും 13-ാം വാക്യവും ഇന്നലെ നമ്മൾ വായിച്ചു. എന്താണ്? എനിക്ക് ഒത്തിരി കാര്യം നിങ്ങളോട് പറയാനുണ്ട്. യേശു ശിഷ്യന്മാരോട് പറയുകയാണ്. എന്നാൽ നിങ്ങൾക്കിതെല്ലാം സ്വീകരിക്കാനുള്ള പ്രാപ്തിയില്ല. ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ദൈവവചനം പറയാൻ തുടങ്ങുമ്പോഴേ ഉറക്കം തുടങ്ങും. ദൈവവചനം പറയുമ്പോഴേ പലർക്കും മടിയാണ്. അത് ശ്രദ്ധിക്കാതെ ഇരിക്കും, അശ്രദ്ധമായിട്ടിരിക്കും. കാരണം അത് ഉൾക്കൊള്ളാനുള്ള, സ്വീകരിക്കാനുള്ള പ്രാപ്തിയില്ല. ശ്രദ്ധിച്ച് കേൾക്കണം, ഏറ്റുപറയണം. അങ്ങനെയുള്ളവർക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഒരു ചർച്ചിൽ കസേരയിൽ വന്ന് ഇരുന്ന് ഉറങ്ങിയത് കൊണ്ട് എന്നാ നേട്ടമുണ്ട്? ഒരു നേട്ടമില്ല. ഒരിക്കലൊരു പാസ്റ്റർ ഒരു അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഉറങ്ങല്ലേ? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഉറങ്ങുകയല്ല, ധ്യാനിക്കുകയാണ്. അപ്പോൾ അമ്മച്ചിയോട് പാസ്റ്റർ പറഞ്ഞു, അമ്മച്ചി എന്നാൽ പിന്നെ അമ്മച്ചി ധ്യാനിച്ചോ, എന്നാലൊരു കാര്യം ചെയ്യണം, കൂർക്കം വലിക്കരുത്, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ധ്യാനമാണ് അമ്മച്ചിയുടെ ധ്യാനത്തിൽ നടക്കുന്നത്. അതായത് ദൈവവചനത്തെ കേൾക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അതിനോട് പ്രതികരിക്കേണ്ടത്. ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിലെ ചർച്ചുകളിൽ ദൈവവചനം പറയുമ്പോഴാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നത്. ദൈവവചനം ഒന്ന് കേട്ടാൽ ഉടനെ അവർ പ്രതികരിക്കും അതിനോട്. പല കേരള ചർച്ചുകളിലും ദൈവവചനം കഴിഞ്ഞ് മീറ്റിംഗ് കഴിയുമ്പോഴാണ് പ്രതികരണം തുടങ്ങുന്നത്. അത് ശരിയായില്ല, ഇത് ശരിയായില്ല, ഇന്നത്തെ പ്രസംഗം ശരിയായില്ല. അത് പറയാനല്ല നമ്മൾ വന്നത്. നമ്മൾ മാർക്കിടാനല്ല വരുന്നത്. നമ്മൾ കേട്ട വചനം ആര് പ്രസംഗിച്ചാലും ദൈവവചനം തന്നെയാണ്. ചിലർ ചോദിക്കും, ഇന്ന് ഗസ്റ്റായിട്ട് ആരെങ്കിലും ഉണ്ടോ? അതായത് പുതുമകൾ മാത്രം നോക്കുന്നവരുണ്ട്, വേറൊന്നിന് അവസരമില്ല അവർക്ക്. ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വരും. ദൈവവചനത്തെ ഒരു കൊച്ചു പറഞ്ഞാൽ ദൈവവചനമായി കാണാൻ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമുള്ള ഒരു കൂട്ടം എവിടെയുണ്ടോ അവിടെയെല്ലാം അനുഗ്രഹങ്ങളും സമൃദ്ധിയായ അനുഗ്രഹങ്ങളും ഒക്കെ കാണാൻ കഴിയും. അനുഗ്രഹിക്കപ്പെടാൻ ദൈവവചനം കൂടാതെ മറ്റൊരു മാർഗവും ഇല്ല. ജീസസ് എവരിഡേയിലൂടെ നിങ്ങളുടെ വീടുകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ഇത് ഞാൻ പറയുന്നത് കൊണ്ടല്ല, പ്രൈസ് ജനറേഷൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ടുമല്ല. ഇത് കർത്താവിൻ്റെ വചനമാണ്. ഇതിനകത്ത് ഒരു മായവും ചേർക്കാതെ അതേപോലെ നിങ്ങളോട് പറയുന്നെന്ന് മാത്രം. യേശു പറയുകയാണ്, നിങ്ങൾക്കിപ്പോൾ അത് വഹിക്കാൻ കഴിയുമില്ല, എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. സ്വയമായിട്ട് പരിശുദ്ധാത്മാവ് ഒന്നും പറയില്ല, അപ്പോൾ തന്നെ വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരും. നമ്മുടെ നാളെയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കും. ഇന്നലെകൾ പറയുന്നത് മാത്രമല്ല, ഇന്നലകളിലെ കാര്യം ഓർപ്പിക്കുന്നത് മാത്രമല്ല, നാളുകളിൽ നീ ആരായി മാറും. ജോസഫിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവൻ്റെ ഭാവി അവൻ സ്വപ്നമായി കണ്ടു.
ദാനിയേലിന് സ്വപ്നത്തിലെല്ലാം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അനേകർക്ക് ദൈവ സ്വപ്നങ്ങളിലൂടെ അവരുടെ ഭാവിയെ കാണിച്ചു കൊടുത്തു. പഴയ നിയമത്തിൽ വിരലിൽ എണ്ണാകുന്നവരേ ഉള്ളൂ. എന്നാൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, വൃദ്ധന്മാർ വരെ സ്വപ്നങ്ങൾ കാണും എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. സ്വപ്നം തീർന്നു പോയ ഒരു പ്രായത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അവിടെ സ്വപ്നങ്ങൾ ആരംഭിക്കും. സ്വപ്നമെന്ന് പറയുന്നത് നാളെയെക്കുറിച്ച് ദൈവം കാണിക്കുന്ന. ഉറക്കത്തിൽ എന്തെങ്കിലും കാണുന്നത് മാത്രമല്ല സ്വപ്നം. മുൻ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. ദൈവം ഒരു കാര്യം നമ്മുടെ അകത്തിട്ടാൽ അത് തന്നെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിൽ തന്നെ ഇരുന്നു കൊള്ളുക എന്ന് പൗലോസും പറയുന്നു. അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നു, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനത്തിനൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിന്നെ ഭരമേൽപ്പിക്കുന്നു. പൗലോസിനെ സ്വന്തം ഇഷ്ടപ്രകാരം തിമോത്തിയോസിന് ഒരാജ്ഞയും കൊടുക്കാൻ കഴിയില്ല. കാരണം തിമോത്തിയോസിന്റെ വിളി എന്താണെന്ന് പൗലോസ് അറിഞ്ഞിരിക്കണം. അവനെക്കുറിച്ച് മുമ്പുണ്ടായ ആലോചന പ്രകാരം പ്രവചനങ്ങൾക്കൊത്തവണ്ണം. കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് നാളെയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തിമോത്തിയോസിന്റെ ഭാവി മുഴുവനും പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് സംസാരിച്ചിട്ടില്ലേ? ഉണ്ട്. എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവയെ വിശ്വസിക്കുക എന്നുള്ളത് എൻ്റെ ദൗത്യമാണ്. ഇന്നിത് കേൾക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിൽ ഒരു ദൈവദാസൻ നിങ്ങളെ നോക്കി ചൂണ്ടിപ്പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളോട് പേരെടുത്ത് പറഞ്ഞത് സ്വീകരിക്കണം. നിങ്ങളെ തൊട്ട് പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കണം. ഒരു പ്രസംഗത്തിൽ ഒരു ദൈവദാസൻ പൊതുവായി പറഞ്ഞ പ്രവചനം പോലും അത് എന്നോടാണെന്ന് പറഞ്ഞ് സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകളെ എൻ്റെ നാളുകൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹമാണെന്ന് കരുതി വിശ്വസിച്ച് അത് പ്രാപിച്ചെടുക്കണം. അതാണ് നമ്മളിവിടെ വായിച്ചത്. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. എനിക്കുള്ളതിൽ നിന്ന്. എനിക്ക് നിങ്ങളോട് ഒത്തിരി പറയാനുണ്ട്, എന്നാൽ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നില്ല, കാരണം പ്രാപ്തിയില്ല നിങ്ങൾക്ക്. എന്നാൽ എനിക്ക് പറയാനുള്ളതെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും. യേശുവിനെ പുതിയ നിയമ വെളിപ്പാടുകൾ ഈ ജനത്തോട് പറയണമെന്നുണ്ടായിരുന്നു. യേശുവിന് ഒത്തിരി പറയാൻ കഴിഞ്ഞില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലനാണ്, യോഹന്നാൻ അപ്പോസ്തലൻ, അല്പമൊക്കെ പത്രോസ് അപ്പോസ്തലൻ, ഇവരെല്ലാം കൂടിയാണ് പുതിയ നിയമ വെളിപ്പാടുകൾ വചനമായി പറഞ്ഞത്, വാക്കുകളിലൂടെ പറഞ്ഞത്, വെളിപ്പാടുകൾ, മർമ്മങ്ങൾ. പഴയ നിയമത്തിൽ നിങ്ങൾ ഇന്നതാകും എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ നിങ്ങൾ ഇന്നതായിരിക്കുന്നു. ഉദാഹരണത്തിന് അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പുതിയ നിയമസഭയിൽ ഒരു വിശ്വാസി കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട. കാരണം എഫേസ്യർ 1:3 സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പിന്നെ പഴയ നിയമത്തിലെ അബ്രഹാമിന്റെ അനുഗ്രഹം പ്രാർത്ഥിക്കണോ? വേണ്ട. എന്താ? യേശുവിനെ സ്വീകരിച്ചവർക്ക് അത് അവരിലേക്ക് വന്നു കഴിഞ്ഞു. എന്താ തെളിവ്? പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഗലാത്യർ 3:13-14 മരത്തിൽ തൂങ്ങുന്ന ഏവനും ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി ന്യായപ്രമാണത്തിൻ്റെ ആ കീഴെ നിന്ന് നമ്മെ വിലക്ക് വാങ്ങി. അടുത്ത വാക്യം, അബ്രഹാമിൻ്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെ ജാതികൾക്ക് വരേണ്ടതിന്. അപ്പോൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരാൾക്ക്
അബ്രഹാമിൻ്റെ അനുഗ്രഹം എത്തിക്കഴിഞ്ഞു. യേശുവിനെ സ്വീകരിച്ച ഒരാൾക്ക് സ്വർഗത്തിലെ അനുഗ്രഹം എത്തിക്കഴിഞ്ഞു. യേശു ഒരു ജംഗ്ഷനാണ്, അനുഗ്രഹത്തിൻ്റെ ഒരു ഉറവിടമാണ്. യേശുവിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്വർഗീയ അനുഗ്രഹങ്ങളും ഭൗമിക അനുഗ്രഹങ്ങളും എല്ലാം നമ്മിൽ ആർത്തു വളരുവാൻ ഇടയായിത്തീരും. ഇങ്ങനെ ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയാനാണ് എല്ലാ ദിവസവും ജീസസ് എവരി ഡേ എന്ന ഈ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ പരിശുദ്ധാത്മാവിനെ നമ്മിൽ അസാധാരണമായ നിലയിൽ പ്രവർത്തിക്കാൻ കഴിയും. അവിടെ നമ്മൾ വായിച്ചത്, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങളെ അറിയിച്ചു തരുന്നു, അതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. യേശുവിനെ മഹത്വപ്പെടുത്താനാണ് പരിശുദ്ധാത്മാവ് വന്നത്, പരിശുദ്ധാത്മാവിനെ തന്നെ മഹത്വപ്പെടുത്താനല്ല. എങ്കിലും നാം പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കും. യേശു പറയണം, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് വരും, നിങ്ങൾ അനാഥരായി പോകില്ല. എന്നെ പോലൊരു കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എന്നെക്കുറിച്ചും ഞാൻ പറയാനുള്ളതും പരിശുദ്ധാത്മാവ് പറയും. പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചുമായിരിക്കും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഉണ്ടോ? രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ പരിശുദ്ധാത്മാവിലാണോ ജീവിക്കുന്നത്? എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിലായിരിക്കണം. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. ആത്മീക ഗീതങ്ങൾ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും പരിശുദ്ധാത്മാവിലുള്ള പാട്ടുകൾ, പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് ലഭിച്ച ഒരാൾ അന്യഭാഷകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഇന്നു മുതൽ അത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഓപ്പണായി കിട്ടും, മറ നീക്കി വെളിപ്പെട്ട് കിട്ടും. നമ്മുടെ വീട്ടിൽ ഇന്ന് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഇന്ന് കിട്ടും, നാളെ എന്തൊക്കെ ചെയ്യണം. ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ഐഡിയ കിട്ടും. എൻ്റെ വീടിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഞാൻ രാവിലെ എഴുന്നേറ്റിരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ആ വരച്ചു വെച്ചേക്കണ ഡിസൈനിൽ പണിത് തുടങ്ങി കട്ടിളയും ജനലുകളൊക്കെ വെച്ച പല ഭാഗവും ഞാൻ ചെന്നിട്ട് പണിക്കാരോട് ഇടിക്കാൻ പറയുകയാണ്. കുറച്ച് പൈസയൊക്കെ നഷ്ടം വന്നു. എങ്കിലും അപ്പോൾ അത്രയും പൈസ നഷ്ടം വന്നെങ്കിലും ഇന്നും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അന്നത് ഇടിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കെന്നും അതൊരു ദുഃഖമായിരുന്നേനെ. ചില സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് ഐഡിയ തരും. എൻജിനീയേഴ്സ് മറന്നു പോകുന്ന കാര്യം, കോൺട്രാക്ടേഴ്സിന് ഓർക്കാൻ കഴിയാത്ത കാര്യം പരിശുദ്ധാത്മാവ് പ്രാർത്ഥനാ മുറിയിൽ നമുക്കത് ഓർപ്പിച്ചു തരുമെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഐഡിയാസ് തരും. ഓരോ കാര്യങ്ങൾ ആരംഭിക്കാനുള്ള ബിസിനസ്, പുതിയ സ്റ്റെപ്പ് വെക്കാൻ ദൈവം ഒരു വിസ്ഡം തരും. ചെറിയ ബിസിനസ്സുകൾ തുടങ്ങിയവരാണ് വലിയവരായത്. വലിയ ബിസിനസ് ആദ്യമേ വന്ന് ചെയ്തവർ പൊട്ടിപ്പൊളിഞ്ഞും പോയിട്ടുണ്ട്. പരിശുദ്ധാത്മാവുണ്ടോ, നീ എവിടെ പോയി എന്ത് തൊട്ടാലും അതിന്മേലൊരു ജ്ഞാനമുണ്ടാകും, അതിനുള്ള ഒരു ഐഡിയ ഉണ്ടാകും. ദൈവം അതിനുള്ള കൃപ തരും. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ബിസിനസ്സുകൾ ചെയ്യുക. പ്രാർത്ഥന ആത്മാക്കളെ നേടാനും ഭൂതങ്ങളെ പുറത്താക്കാനും മാത്രമല്ല, നമുക്ക് സമ്പത്ത് വേണം. സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നത് ദൈവമല്ലോ എന്ന് ആവർത്തന പുസ്തകം 8-ാം അധ്യായം 18-ാം വാക്യത്തിലൊക്കെയുണ്ട്. സമ്പത്തുണ്ടാക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവാണ് തരുന്നത്, ദൈവമാണ് തരുന്നത്. അതിനുള്ള വിസ്ഡം തരും, അതിനുള്ള വഴികൾ തുറന്നു തരും, അതിനുള്ള കണക്ഷനുകൾ ഉണ്ടാക്കി തരും. എനിക്കറിയാം പലരുടെയും വീടുകൾ പലതും തുടങ്ങിയിട്ട് ആരും ആ വീട്ടുകാരൻ്റെ കൂടെ ജോലിക്ക് നിൽക്കില്ല. ഒരാഴ്ച കഴിയുമ്പോൾ പണിങ്ങിപ്പോവും, നല്ല പണി കൊടുത്തിട്ട് പോവും. എന്താ കാര്യം? ഈ ജോലിക്കാരോട് പെരുമാറാൻ ഈ വീട്ടുകാരനെ അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ഈ വീട്ടുകാരിക്ക് അറിഞ്ഞൂടാ.
വരുന്നവരെ മുഴുവനും കുറ്റം പറയും. അത് ശരിയായില്ല, ഇത് ശരിയായില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വിസ്ഡം കിട്ടും, ജ്ഞാനം കിട്ടും. എന്താ? ഈ വരുന്ന ജോലിക്കാരനെ കൊണ്ട് ജ്ഞാനത്തോടെ പണിയെടുപ്പിക്കുക. ചിലപ്പോൾ അദ്ദേഹം 1000 രൂപയായിരിക്കും, 1100 രൂപ വേണം, 1100 രൂപ കൊടുക്കണം. എന്നിട്ട് നല്ല ചായയും ഉണ്ടാക്കി കൊടുത്ത് ഒരു കടിയൊക്കെ കൊടുത്ത് സ്നേഹിച്ച് 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 നന്നായിട്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും. അവര് നല്ല സ്നേഹത്തോടെ നിന്നാൽ 5 മണിയാകുമ്പോൾ പോകുന്നവര് 6:30 7 മണിക്കും പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ സ്നേഹത്തോടെ നിർത്തുക. ഇത് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും. എല്ലാവരും വിചാരം സ്വർഗത്തിൽ പോകാൻ നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്, വേർപെട്ട് ജീവിക്കണം, ആരോടും മിണ്ടരുത്. പരിശുദ്ധാത്മാവ് പറയാം, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അവരോട് മിണ്ടരുത്, ബന്ധുക്കളുടെ വീട്ടിൽ പോകരുത്. ഇത് ഏതാത്മാവാ? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞു തരും, നമ്മൾ അനുവദിച്ചാൽ. പരിശുദ്ധാത്മാവിനെ അതിനകത്ത് കൈകടത്താൻ അനുവദിക്കണം. പരിശുദ്ധാത്മാവ് അത് നമ്മെ കൊണ്ട് ചെയ്യിക്കും. ഇത് എൻ്റെ അനുഭവം. ഇന്ന് പ്രൈസ് ജനറേഷൻ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒക്കെ പണിതത് പരിശുദ്ധാത്മാവ് തന്ന ഐഡിയകളാണ്. ദൈവം നമുക്ക് വിസ്ഡം തരും, കൃപ തരും. ആ ജ്ഞാനം തരുമ്പോൾ അതിനുള്ള പണവും കൂടി കർത്താവ് തരും. ഒരിക്കലും നമ്മൾ ലജ്ജിച്ചു പോകാൻ കർത്താവിൻ്റെ ആത്മാവ് സമ്മതിക്കില്ല. ഇതാണ് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് ഇപ്പോൾ ഉൾക്കൊള്ളാനുള്ള കഴിവില്ല, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും എന്നിൽ നിന്നെടുത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കി തരും. പരിശുദ്ധാത്മാവിനെ കൂടാതെ പുതിയ നിയമസഭയ്ക്ക് ജയകരമായ ജീവിതമില്ല. പരിശുദ്ധാത്മാവ് ഉള്ളവരെ ആശ്രയിച്ച് നടക്കലും നിർത്ത്. നിങ്ങൾ പരിശുദ്ധാത്മാവിലാണ്. ചിലരെന്നെ നിരന്തരം വിളിച്ചിങ്ങനെ, ഒരു പ്രാവശ്യം വിളിച്ച്, 2 പ്രാവശ്യം വിളിച്ച്, എല്ലാ ആഴ്ച ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അവിടെ വേദന, ഇവിടെ വേദന, ഒരു വളർച്ചയില്ലാത്തവർ. 1 2 പ്രാവശ്യമൊക്കെ വിളിക്കണം. നല്ല കാര്യങ്ങൾക്ക്, പ്രൈസ് റിപ്പോർട്ടുകൾക്ക് വിളിക്കണം. ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. അതിൻ്റെ കാരണം അവർക്ക് ആരെങ്കിലും ആശ്രയിക്കണം. പരിശുദ്ധാത്മാവുള്ള ഒരാളെ ആശ്രയിക്കണം. അവർക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അതിനെ ജയിക്കാൻ മനസ്സില്ല. ഈ വിഡ്ഢിത്തരങ്ങൾ കളയണം, സ്വയപ്രാപ്തിയുള്ളവരായി മാറണം. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാൽ എൻ്റെ പണി പോകില്ലേ, പിന്നെ ആരും കാണാൻ വരില്ല. വേണ്ട. സുവിശേഷത്തിന് വയലുകൾ ഇങ്ങനെ വിളഞ്ഞു കിടക്കുകയാണ്, തലപൊക്കി നോക്കിയാൽ കൊയ്ത്തിനായി വിളഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഉള്ളവർ പ്രാപ്തരായി മാറിയിട്ട് പുതിയ ആൾക്കാരെ ഈ സത്യത്തിലേക്ക് നയിക്കാനാണ് എന്നെപ്പോലെയുള്ളവരെയൊക്കെ നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തത്. ഇത് സ്വന്തം കാര്യം പോലും പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ചെയ്യാൻ കഴിയാത്തത് ഇതൊരു അന്ധതയാണ്. അതിലൊന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളിപ്പോൾ തന്നെ പുറത്തു വാ. എല്ലാ ഇരുളും ഇവരെ വിട്ട് മാറട്ടെ. ഞാൻ യേശുവിൻ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരും സകല സത്യത്തിലും യേശുവിൻ്റെ ജ്ഞാനത്തിൽ നടക്കുന്നവരുമായി തീരുവാൻ ഓരോരുത്തരെയും സമർപ്പിക്കും. എല്ലാ ഇരുട്ടും മാറട്ടെ. ജോലിക്ക് വേണ്ട ജ്ഞാനം, പഠനത്തിന് വേണ്ട ജ്ഞാനം, ബിസിനസ്സിന് വേണ്ടിയുള്ള ജ്ഞാനം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു സഭയെ എങ്ങനെ മുന്നോട്ട് നയിക്കാം അതിന് വേണ്ട ജ്ഞാനം, എല്ലാം ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ജ്ഞാനം, എല്ലാം ഈ അഭിഷേകത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ഓരോരുത്തരെ ശക്തീകരിക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ നമുക്ക് ഒരുമിച്ച് ആശ്രയിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലസ് യു.